ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഈ കാസർഗോഡ് കാദർബായി ഇന്റർനാഷണൽ സ്മഗ്ലിംഗുമായി ബന്ധമുള്ള ആളാ. ഇത്രയും വിലയുള്ള ഡയമണ്ട്സ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ വെറുതെ ഇരിക്കില്ല. കാദർബായിയുടെ ആൾക്കാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. നമുക്കിത് കാദർബായിയുടെ കൈ കൊണ്ടേ കൊടുത്തിട്ട് ഉണ്ടായത് എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറയാം. ചിലപ്പോ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് കാദർബായി 25,000 രൂപയിൽ നമുക്ക് തരാതിരിക്കൂല. ഇവിടെ വേണോ പ്രാളം, അവന് കാശുണ്ടാക്കുന്ന കാര്യം ഒന്ന് പോടാ അവിടെ. എടാ, നമ്മൾ ഇതും ചുമന്നുകൊണ്ട് അങ്ങോട്ട് എന്താ അവസാനം വേലയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും താല്പര്യമുള്ളവർ എന്ത് വേണമെങ്കിലും അയക്കും. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നെ അങ്ങോട്ട് പറ. നമുക്ക് നാളെ തന്നെ കാസർഗോട്ടേക്ക് പോവാം. തബല വർഗീസ് ഇന്നും വന്നിട്ടില്ലേ? ഇല്ല അച്ചോ. എന്താ വരാത്തത്? എന്താന്ന്? അവന്റെ ഭാര്യ പഴവങ്ങാട് ആശുപത്രിയില് പ്രസവിച്ചു കിടക്കുകയാണ്. എന്താ പ്രസവം, കാണേണ്ട കാഴ്ചയാണ് അച്ചോ. ഒറ്റ പ്രസവത്തിൽ 3 കുട്ടികൾ. അവനെന്ന് 3 മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നമാവും. എന്റെ കർത്താവേ, 6 മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു. എന്താ? ഒന്നുമില്ല അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഇപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരുപോലെ കണ്ണടച്ചിട്ടില്ല പണ്ടാരോടങ്ങാൻ. ആനയുടെ പുറത്ത് കയറ്റേണ്ട സമയം. അടുത്ത പരിപാടിക്ക് പോകുമ്പോ സ്റ്റെപ്പിന് ഇല്ല, ഞാൻ വണ്ടിക്കകത്ത് കയറൂല. പരിപാടി കഴിഞ്ഞാൽ കാശ് എണ്ണിത്തരാനോ മടി. ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ച് വെക്കണോ? താനെന്താണ് എന്നോട് ചൂടാവണത്? താൻ പോയി അച്ഛനോട് താൻ വരട്ടൊന്നും വേണ്ട, ഞാൻ അച്ഛനെ വിറപ്പിക്കും. താൻ നോക്കിയോ, ഇത്രയും വേണമെങ്കിൽ വിറപ്പിച്ചോ, പക്ഷെ വെറുപ്പിക്കരുത്. ഇയാൾ കൂടെ വാടാ, നമുക്കൊരു ചായ അടിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഇപ്പോഴാണോടോ വരുന്നത്? ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു. പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ പോന്നത്. നേരാണോടോ ഇത്? ആറ്റിങ്ങിൽ 1 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം ഇല്ലടോ? എത്താ വെച്ചോ? പക്ഷേ എത്തിയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ? അയ്യോ, സത്യമായിട്ടും ഇല്ലച്ചോ. അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല. അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലെന്ന് അറിയുന്നതിൽ വിഷമമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്താൻ ചെയ്തേക്കാം. മോനെ, ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ. പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ. ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾ 2 കുരങ്ങന്മാരും വളരെ നല്ലവരല്ല. പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ്. കാശെടു. 3000-ന് 300 രൂപ കുറവുണ്ടച്ചോ. 300 രൂപ ഓടിപ്പോയാ? കളി തറക്കളിയാന്നും പറഞ്ഞ് 300 രൂപ കുറച്ചാ അവര് തന്നത്. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ. തന്നോട് ചോദിച്ചില്ല. പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട്. ഫാദർ ബെനഡിക്റ്റ് വിളിച്ചു പറഞ്ഞതാ. പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല. അച്ചോ, വണ്ടിക്കൊരു സ്റ്റെപ്പിന് വേണമായിരുന്നു. അതേടാ മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എന്റെ മനസ്സ് പറയണു. ഇതിന്റെ ഉളുക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, സിനിമ കാണാൻ പോവാനോ? ഞാനില്ല. അച്ഛനറിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ഗട്സ് വേണം. എന്നെ കണ്ടുപഠിക്ക്. ഒരു അച്ഛൻ ചേട്ടൻ ഇതൊക്കെ പറയാം. എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനെ പോന്നു. ഞാനിങ്ങനെ നമ്മുടെ പുതിയ പരിപാടിയുടെ റിഹേഴ്സല് ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ചിന് ആണുങ്ങളുടെ ശബ്ദത്തിലെ അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയം ആവണം. പിന്നെ അച്ഛോ, 17-ാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 18-ാം തീയതി വെള്ളായണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ. ലത ഇങ്ങോട്ട് വരൂ. ഹലോ ലത, എപ്പോ ഒന്ന്? ഞാൻ കട്ടില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ? ഇല്ലച്ചോ. നിങ്ങളെ 2 പേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? അത് വേണോ? അയ്യോ വേണ്ടച്ചോ. ലതയാണെന്ന് തെറ്റിദ്ധരിച്ചാ എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ.
കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ. എന്താടാ വണ്ടി നിർത്തിയത്? എത്ര നേരമായത്? ഞാൻ ആകെ ക്ഷീണിച്ചു. ഇനി നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓടിക്കും. 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ചവിട്ട് വിട്. എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. ആ ഇറങ്ങ. എല്ലാവർക്കും 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. ഒന്ന് ഇരിക്കാന്ന് വെച്ചാ വാട്ട് ഈസ് ദിസ്? ഡീസന്റ് ആയി ബിഹേവ് യുവർ ബ്രദേഴ്സ്. എടാ സാബു, ഇതിന്ന് 5 എടുത്ത് മാറ്റിയ കാതർവായി അറിയോടാ. ഒന്ന് പോടാ അവിടുന്ന്. കയ്യും കണക്കില്ലാതല്ലേ കള്ളക്കടത്ത് സാധനം കൊടുത്തേക്കുന്നത്. കാതർവായി എന്തെങ്കിലും തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത്. തരുവാടാ. തരും. എടാ പോലീസ് ജീപ്പ് അവിടെ നിർത്തിയല്ലോ. ഞാൻ മാത്രം പേടിച്ചില്ല. രക്ഷപ്പെട്ട മോനെ, കേറിക്കോടാ. ഈ കാതറിന്റെ വീട് എവിടെയാ? ഓന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോരുത്. അയ്യോ, അവൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കൊന്നാളെ ഞാൻ എല്ലാത്തിനെയും. ആ ഇബിലീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരൊറ്റ എണ്ണ ഈ കടയിൽ കയറി പോരുത്. 3 മക്കളെ എന്നെ ഉപേക്ഷിച്ച് കണ്ട തേപിടിച്ചവളോടെ പോയവനവൻ. പിന്നെ ഒന്നുമില്ല. ഈ കാദർബായിയുടെ വീട് എവിടെയും ചോദിച്ചപ്പോ ഇവര് ചൂടാവുന്നു. വട്ടാണോ? അല്ല, കാദർബായിക്ക് കാസർഗോഡ് കാദർബായി എന്നാ ഫുൾ നെയിം. കാസർഗോഡ് കാദർബായി. ഇത്താത്ത, നിങ്ങളുടെ കെട്ടിയവൻ ഖാദറിനെയല്ല, കാസർഗോഡ് കാദർബായിനെ അന്വേഷിക്കുന്നത്. എന്റെ പടച്ചോനെ, ഞമ്മടെ കെട്ടിയോനെ അന്വേഷിച്ച് വന്നതാണെന്ന് ഓർത്ത് പറഞ്ഞതാ. ക്ഷമിക്കണം കേട്ടാ. അതൊന്നും സാരമില്ല. എടാ അങ്ങോട്ട് പോകണ്ടടാ, വീട് കണ്ടിട്ട് പേടിയാവണ്. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇറങ്ങ്. ഇറങ്ങ്. ज्येष्ठा, ये कासरगोड कादरबाई कौन है? हम लोग कासरगोड कादरबाई को मिलने के लिए एक दूजे के लिए हम किसी से कम नहीं. परंतु എന്തിനാണോ ഹിന്ദി പറഞ്ഞ് വിഷമിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ? അമ്മാവൻ കൂർക്കയല്ലേ അല്ലേ? ആരാ പട്ടി. ആരാ? ഞങ്ങൾ ഈ ബൊമ്മ ബൊക്കെ അവിടെ കൊടുക്കാനുള്ളതല്ല. ഞങ്ങള് ഈ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ ആൾക്കാരാ. ഇത് സിദ്ധൂട്ടി, ബൈജൂട്ടി, അൻസൂട്ടി, അശോട്ടി, സൈനോട്ടി, ഞാൻ ജഗ്ഗൂട്ടി, ഞങ്ങൾ ബാപ്പൂട്ടി, സ്ഥലം കൊണ്ടോട്ടി. ഇപ്പൊ എന്ത് വേണം? ഞങ്ങൾ ഈ പള്ളി പൊളിച്ച് അമ്പലം പണിയണോ, അമ്പലം പൊളിച്ച് പള്ളി പണിയണോ, ഏത് പൊളിക്കണം, ഏത് പണിയണം എന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കണം. വരൂ. ആള് വളരെ ഇന്റലിജന്റ്. നമ്മൾ പറഞ്ഞെല്ലാം മനസ്സിലായി. ആ, നിങ്ങളോട് നിൽക്കേ, ഞാനിപ്പോ വരാം. തോന്നണത് ആ കരച്ചിൽ കിട്ടില്ലടാ. ഇതുകൊണ്ട് നമ്മൾ അകത്ത് പോയാ ഇത് തന്നെയാണ് നമ്മുടെ ഗതി. ഇവരെങ്ങോട്ട് പോയി? ഞാൻ അപ്പോഴേ പറഞ്ഞ കാസർഗോഡും പോട്ടെ, ഒരു മണ്ണാങ്കട്ടലും പോണ്ടെന്ന്. നിനക്കായിരുന്നല്ലോ കൂടുതൽ ഇളക്കം. പിന്നെ ഇതും തലയിൽ വെച്ചോണ്ട് നീര് ചാവണമെന്നാണോ നീ പറയുന്നത്? എന്ത് ചെയ്താലും കൊള്ളാം, ഇത് കയ്യിൽ നിന്ന് ഒഴിവാക്കണം. സംഭവം കഴിഞ്ഞ് ഇത്രയും ദിവസമായ സ്ഥിതിക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഈ ഡയമണ്ട്സ് എല്ലാം പോലീസിലോ കസ്റ്റംസിലോ ഏൽപ്പിക്കാമെന്നാണ്. എന്നിട്ട് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചു കൊടുത്താൽ 20% കമ്മീഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് നമുക്കുമില്ലേ ബുദ്ധിമുട്ടുള്ള ആവശ്യങ്ങളൊക്കെ. അത് ശരിയാ. 20% വെച്ച് നോക്കുമ്പോ എങ്ങനെയായാലും 2 ലക്ഷത്തോളം രൂപ കിട്ടും. എടാളിയ, കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്.
ഈ പണം മുഴുവൻ നമുക്ക് കിട്ടിയുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിയേ.